അഡ്വക്കേറ്റ് കെ സനൻകുമാർ, നേരത്തെ നമ്മളോടൊപ്പം ദിനേശ് ഇപ്പോൾ ചോദിച്ച ചോദ്യവും BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ചോദിച്ച ചോദ്യവും ക്ലബ് ചെയ്താൽ രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലേ? ഒന്ന്, അത്യാധുനിക സംവിധാനങ്ങളോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബ്ലോക്കിലേക്ക് ആവശ്യം വേണ്ടുന്ന സ്റ്റാഫ് പാറ്റേൺ അത് ഫിക്സ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചിരുന്നോ? കാരണം ഈ 4 പേരിൽ 3 പേരിൽ 2 പേരുടെയെങ്കിലും മുഖത്തു നിന്നും ഈ മാസ്ക് ഊരി സാധാരണക്കാരായിട്ടുള്ള ട്രെയിൻഡ് അല്ലാത്ത ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആ സാഹചര്യത്തിൽ വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ സമ്പൂർണ്ണമായ സേവനം ലഭിക്കുമായിരുന്നു. ഒരു വാദം. 2, ഇവിടെയുള്ള ഫയർ എക്സ്റ്റിംഗ്വിഷർ സംവിധാനം എടുത്ത് ഉപയോഗിക്കാൻ അറിയാത്ത ആളുകളാണ് അതെടുത്ത് ചില്ല് തല്ലിപ്പൊട്ടിച്ച് അതിൽ നിന്നുള്ള ബാക്കി പുകയും കൂടി ഈ വെന്റിലേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വീക്ഷണമില്ലായ്മയുണ്ട്, സ്റ്റാഫ് പാറ്റേൺ ഫിക്സ് ചെയ്യാത്ത സാഹചര്യമുണ്ട്, അത്യാധുനിക സംവിധാനമുള്ള ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉപയോഗിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ വീഴ്ച വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഫിലിപ്സ് മാത്രമല്ലല്ലോ, അവിടെയുള്ള ഇലക്ട്രിക്കൽ വിങ്ങിലെ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്തണ്ടേ? UPSൽ ഇങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അവർ നിരീക്ഷിക്കണ്ടേ? അങ്ങനെ നിരീക്ഷിച്ച് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിരുന്നോ? ഈ പുകയുന്ന സമയത്ത് മാത്രമാണോ ഇത് തിരിച്ചറിഞ്ഞത്? അതൊക്കെ ചോദ്യങ്ങളല്ലേ അരുൺ? ഡോക്ടർ അരുൺ, നമ്മളൊരു ദുരന്തമുഖത്ത് 24 മണിക്കൂർ പോലും ആ ദുരന്തമുണ്ടായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ അന്തസ്സോടെ ധൈര്യത്തോടെ വളരെ ഗൗരവത്തോടെ നമ്മൾ ആ ദുരന്തത്തെ അതിജീവിച്ചിട്ടാണ് ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ചയുടെ ഭാഗമായിട്ട് അവിടുത്തെ BJPയുടെ നേതാവ് ഈ ചാനൽ ചർച്ചയിൽ വന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് മുഴുവൻ അധോലോക സംഘത്തിന്റെ പിടിയിലാണ്. 2, ഈ മെഡിക്കൽ കോളേജുമായി ദുരൂഹതയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഈ കേരളമാണെന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ചില ആളുകളാണ് അവിടെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അല്ല, ഞാൻ ഈ ചർച്ചയിൽ ഇപ്പൊ മറുപടി പറയുന്നത് BJPയുടെ പ്രതിനിധിക്കാണല്ലോ, അല്ലാതെ MP പറഞ്ഞതിന് നമുക്ക് പ്രത്യേകം മറുപടി പറയാം. അതായത് ഒരു ദുരന്ത മുഖത്ത് വന്ന് പച്ചയായ രാഷ്ട്രീയം കളിക്കുന്ന രീതി തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല. ഈ സംസ്ഥാനത്ത് എന്നൊക്കെ ദുരന്തമുണ്ടായിട്ടുണ്ടോ, അത് ഓഖിയായാലും നിപയായാലും മഹാപ്രളയമായാലും വരൾച്ചയായാലും, ഇനി ഒരു വരൾച്ച വരട്ടെ, അതിനുശേഷം ഒരു വലിയ വെള്ളപ്പൊക്കം വരട്ടെ, ഒരു മഹാവ്യാധി വരട്ടെ, അപ്പം എല്ലാം ശരിയാവുമെന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച സംസ്ഥാനമല്ലേ നമ്മുടെ സംസ്ഥാനം. അതുപോലെ എത്രയോ സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. കോവിഡ് വന്ന നല്ല രൂപത്തിൽ തരണം ചെയ്യുമ്പോഴും ഇവർ പറഞ്ഞ പ്രസ്താവനയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ദുരന്തമുഖത്ത് പറയേണ്ടത് ഇത്തരത്തിൽ രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയം പറയാം, പക്ഷെ അത് മാന്യതയുടെയും മര്യാദയുടെയും രാഷ്ട്രീയമായിരിക്കണം. ഗവൺമെന്റിനെ ആക്രമിക്കാനും ആരോഗ്യവകുപ്പിനെ ആക്രമിക്കാനും തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി പറയുക, ഒരു ദുരന്തം ഉണ്ടായി, അപകടം ഉണ്ടായി, അങ്ങോട്ട് ഓടി വന്നവർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആശുപത്രി ജീവനക്കാർ, പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, ജില്ലാ ഭരണകൂടം, ആംബുലൻസ്, ജനപ്രതിനിധികൾ, നാട്ടുകാർ, ഇവരൊന്നും സ്കിൽഡ് അല്ല. ഏതോ ഒരു ദുരന്തം, ഇപ്പം റോട്ടിൽ ഒരു വണ്ടി വന്ന് ഇടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി, അവിടെ വരുന്ന ചുമട്ടുതൊഴിലാളികൾ, കച്ചവടക്കാർ, കടക്കാർ, വഴിയാത്രക്കാർ, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ ഇറങ്ങി ഏറ്റവും ആദ്യം ചെയ്യാവുന്ന രീതിയിൽ റെസ്ക്യൂ നടത്തും. പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെടാൻ പറ്റിയ രോഗികളല്ലല്ലോ അവിടെ വീൽ ചെയറിൽ ബെഡിൽ കിടക്കുന്നത്, ഓക്സിജൻ സഹായത്തോടെ കിടക്കുന്ന രോഗികളാണ്. അവരെ രക്ഷിക്കാൻ ചെയ്യാവുന്ന മാർഗങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് നമ്മൾ വിജയിച്ച് ഒരു ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് പറയണേ സ്കിൽഡ് ആയിട്ട് തെളിയിക്കപ്പെട്ട ആളുകൾ, ഫയർ ആൻഡ് സേഫ്റ്റിയിലെ എക്സ്പെർട്ട് ഡ്രില്ല് പാസ്സായവർ അല്ല അവിടെ ചെയ്തതെന്ന്. ഇതൊക്കെ അവിടെ ചെന്ന് കണ്ടവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ശ്രീ ശശി ഇവിടെ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്നു, അവിടെ കൃത്യമായി നല്ല തരത്തിലുള്ള റെസ്ക്യൂ നടന്നു. 99% ഡോക്ടർമാർ വിധി എഴുതിയ രോഗികളടക്കമാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊരു പരാതിയില്ല, അവിടെ കണ്ട സംഭവങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ, അങ്ങ് തിരിച്ചും മറച്ചും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. പിന്നെ ഇവിടെ സ്റ്റാഫ് അസോസിയേഷന്റെ നേതാവും എന്താ പറയുന്നത്, അദ്ദേഹം ഇവിടെ ഫയർ ആൻഡ് ഏതെങ്കിലും ഒരു ബിൽഡിംഗ്, ആ ബിൽഡിംഗ് ആശുപത്രിയായി രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ ഫെയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ തരത്തിലുമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാലാണ് ആ ഫയർ പെർമിഷൻ കിട്ടൂ. ആ ഫയർ പെർമിഷന്റെ NOC കിട്ടിയാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ കഴിയൂ. അതിപ്പോൾ ആശുപത്രി ആയാലും സ്കൂളായാലും മറ്റ് കമ്പനികളായാലും വ്യവസായ സ്ഥാപനമായാലും എല്ലാത്തിനും ഏറ്റവും ആദ്യം ചുറ്റുപാടും നല്ല ഫയർ എഞ്ചിന് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഫയർ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് ആ NOC കിട്ടണമെങ്കിൽ ഇന്ന മാനദണ്ഡം പാലിക്കണമെന്നുണ്ട്. ഇതൊക്കെ പാലിച്ചിട്ടല്ലേ അവിടെ NOC കിട്ടിയത്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ബ്രോക്കൺ ചെയ്തു, അകത്ത് കടന്നു, അതൊക്കെ രോഗികളെ രക്ഷിക്കാൻ വേണ്ടി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണമാണ്. ആ പ്രതികരണം കൂടിയാലോചിച്ചോ അജണ്ട വെച്ച് ചർച്ച ചെയ്തിട്ടോ അല്ല ചെയ്യുക. നിമിഷ നേരത്തിനുള്ളിൽ ആ രോഗികളെ അവരുടെ ജീവൻ രക്ഷിക്കാനും മറ്റു ഹോസ്പിറ്റലുകളിലേക്കും ഈ
ഹോസ്പിറ്റലിലെ മറ്റു ബ്ലോക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ ശ്രമം വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചു. ഒരൊറ്റ രോഗി പോലും ഇതിന്റെ ഭാഗമായിട്ടുള്ള പുക കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ നല്ല രൂപത്തിൽ നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ലൂപ്പ് പോയിന്റ് ഉണ്ടോ, എന്തെങ്കിലും വകുപ്പ് കിട്ടുമോ എന്നറിയാൻ പരതി നടക്കുന്ന കോൺഗ്രസും BJPയും നടത്തുന്ന രാഷ്ട്രീയ ചർച്ച ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഫിലിപ്സിന്റെ കമ്പനിയുടെ പരസ്യം എന്നൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ മെയിൻ്റനൻസ് മാത്രമല്ല, ആ യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണതും കൃത്യമായി ഫിലിപ്സ് ആണ്. അതായത് 2026 ഒക്ടോബർ മാസം വരെ ആ വാറണ്ടി കാലാവധി കഴിയുന്നത് വരെ മെയിൻ്റനൻസ് പ്ലസ് മെയിൻറ്റെയിനിങ് നടത്തേണ്ടത് ഈ ഫിലിപ്സ് കമ്പനിയാണ്. അപ്പോൾ ആ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റൂമിൽ ഫിലിപ്സ് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഓപ്പറേറ്റർ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും വീഴ്ചയാണോ? ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചോ? അതൊക്കെ അന്വേഷണത്തിലെ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നമുക്ക് അതിന് സാങ്കേതികമായിട്ടുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ മെഡിക്കൽ പരമായിട്ടുള്ള അന്വേഷണവും നടത്തുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ കൃത്യമായിട്ട് ഒരു ലോങ് ടൈം എഗ്രിമെന്റ് കൊടുക്കുന്നു. ഈ സംവിധാനം എല്ലാം ഡോക്ടർക്കോ നേഴ്സിനോ കയറി അല്ലെങ്കിൽ സാധാ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിന് കയറി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ UPSന്റെ കൺട്രോളിംഗ് റൂമും ഇത്രയും വലിയ ബാറ്ററിയും സംവിധാനങ്ങളും എല്ലാം. എത്ര കരണ്ട് പോയാലും ഒരാൾക്കും വൈദ്യുതി നഷ്ടപ്പെടാതെ ആ ഓക്സിജൻ സംവിധാനത്തിന് പാകപ്പിഴ വരാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് 24 മണിക്കൂറും മെയിൻറ്റെയിനിങ് വേണം. ആ മെയിൻറ്റെയിനിങ് കൃത്യമായിട്ട് നടത്തിയോ? ആ സംവിധാനം ഫിലിപ്സിനെ കരാർ കേട്ടറിഞ്ഞു ചോദിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ സ്കാനിംഗ് സംവിധാനം പ്രവർത്തനക്ഷമമല്ലായിരുന്നു എന്ന് കേട്ടു. അത് ശരിയാണോ അരുൺകുമാർ? സ്കാനിംഗ് സംവിധാനത്തിൽ പ്രവർത്തനക്ഷമമല്ല എന്ന് പറയരുത്. സ്കാനിംഗ് സംവിധാനത്തിന്റെ കാര്യത്തിൽ ചില ഏതോ ഇറർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു യന്ത്ര സംവിധാനത്തിൽ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സിഗ്നലുകൾ കാണിക്കും. ചെയ്യാത്ത UPS സംവിധാനത്തിലാണ് ഈ കേടുപാട് സംഭവിച്ചത്. അതായത് MRI സ്കാനിംഗ് അവിടെ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന UPSലാണ് ഇപ്പോൾ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്. അല്ല, സ്കാനിംഗ് മെഷീനിൽ 3:30 ആ ഇറർ പരിഹരിക്കുകയും പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ ആധികാരികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് സാങ്കേതിക സംവിധാനത്തിലാണ് കുറവ് വന്നത്? ഇനി നമ്മുടെ ലക്ഷ്യം എന്താ? ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇനി മറ്റൊരു ആശുപത്രികളിൽ ഇത് ഉണ്ടാക്കാൻ പാടില്ല. അത് ഗവൺമെന്റ് ആശുപത്രി, സ്വകാര്യ ആശുപത്രി, മറ്റേത് മേഖലയിലായാലും. അപ്പൊ ഇത് നമുക്കൊരു പാഠമാണ്. അപ്പോൾ വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് തരണം ചെയ്യാൻ കഴിഞ്ഞു. 6 പേർ മരണപ്പെട്ടു. ആരെങ്കിലും ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടോ പരിശോധിക്കണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് Debate with Dr. Arun Kumar.